ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സാന്ത്വനത്തിൽ ദേവി വന്നിരിക്കുകയാണ്. അങ്ങനെ ദേവി അമ്മയെ കാണണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് എല്ലാവരോടും സംസാരിക്കുന്നത് പറയുകയാണ്. അമ്മ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ നമ്മുടെ ഗോമതി ആണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ ശബ്ദം കേട്ടിട്ട് അവൾ അവിടേക്ക് വരുന്നുണ്ട്. എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. നിന്നോട് ആരാടി ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മീനും അതുപോലെ മിത്രയും പറയുന്നുണ്ട്, ഏട്ടത്തിപ്പോ ഞങ്ങൾ എന്തായാലും അമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഏട്ടത്തെ വിളിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ഞാൻ എവിടേക്ക് പോകാനാണ്, ഇതെന്റെ വീടല്ലേ മിത്രേ. മീനു, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നു. എനിക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് മതി സംസാരിക്കാൻ, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോഴും ആരും അതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ബാലേട്ടൻ എവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാലച്ച എന്ന് വിളിക്കുകയാണ് നമ്മുടെ ദേവി. നീ ആരെയാടി വിളിക്കുന്നത്, നീ ആരെ വിളിക്കേണ്ടടി എന്ന് പറഞ്ഞിട്ട് ദേവിയെ ചീത്ത പറയുകയാണ് ഗോമതി. അതുപോലെ തന്നെ എല്ലാവരും അവിടേക്ക് വരികയാണ്. ഇവളെ ഇറങ്ങാൻ പറയുന്നുണ്ട്. അവള് ചെയ്തതിനെല്ലാം തന്നെ എണ്ണി കണക്ക് പറയാണ് ഗോമതി. അവളുടെ വാക്കുകൾക്കൊന്നും വില കൊടുക്കുന്നില്ല. അതുപോലെ പുറത്താക്കി വാതിലടയ്ക്കുകയാണ്. അതിനുശേഷം ബാലന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് ഇവിടേക്ക് വിളിച്ചു പറയുകയാണ്. ശ്രീകലയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, സത്യമാണോ, ഞങ്ങൾ മകളെ ദേവിയെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറയുമ്പോൾ, നിങ്ങൾ കള്ളം പറയുകയാണ്, മകളെ ആദ്യം പറഞ്ഞു വിട്ടിട്ട് പിന്നിലൂടെ വരികയാണില്ലേ എന്നിങ്ങനെ ഗോമതി ചോദിക്കുന്നുണ്ട്. എല്ലാ ഗോമതി സത്യമായിട്ടും അങ്ങനെയല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ദേവി അവിടെ നിന്ന് പോകാതെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നിങ്ങനെ ശ്രീകല പറയുമ്പോൾ, പിന്നെ ഞങ്ങൾക്ക് അതാണല്ലോ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകലയും ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവർ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവർ വരുമ്പോഴും കാണുന്ന കാഴ്ച, ഇവള് ഈ വാതിൽ അടച്ച് പുറത്താക്കി ഇവൾ ഈ വാതുമൽ ഇങ്ങനെ തല വെച്ചിട്ട് തുറക്ക് എന്ന് കൈകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകല പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. വന്ന് അവളുടെ തന്തയും തള്ളയും എന്നിങ്ങനെ അകത്ത് നിന്നിട്ട് ഗോമതി പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ശ്രീകല പറയുന്നുണ്ട്, നിന്നോ ഇവിടേക്ക് കയറ്റില്ല എന്നറിയില്ല, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്, ഇവിടെ ഉള്ളവരൊക്കെ മുടിഞ്ഞു പോകുള്ളൂ, എൻ്റെ മോളുടെ കണ്ണുനീരാണ് ഇവിടെ വീഴുന്നത്, ഒരിക്കലും ഇവർ ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ശാപവാക്കുകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. അത് കേട്ട് സഹിക്കാനാവാതെ ആനന്ദ് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ആനന്ദിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. വേണ്ട ഏട്ടാ, പെണ്ണുങ്ങളെ കൈവച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, അത് വേറെ പ്രശ്നങ്ങളാകും എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും ശാപവാക്കുകൾ കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ശ്രീകല ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സഹിക്കാനാവാതെ അവർ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്